ആഴ്ചപ്പാട്, അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭൂമി സംബന്ധമായ നിയമങ്ങൾ എത്രയോ കർശനമാണ്. അതിൻ്റെ ചട്ടങ്ങളും അതേപടി തന്നെ നിശ്ചിതമായി നിലനിൽക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഹൈറേഞ്ച് മേഖലയിൽ റെഡ് സോണുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ സമയത്താണ് ഭൂമി കയ്യേറ്റത്തിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നത്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചൊക്രമുടി പോലുള്ള പ്രദേശങ്ങൾ കയ്യേറുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ഇന്നത്തെ ചർച്ച ചൊക്രമുടി. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് അലോഷി തിരുതാളി, ബൈസൺവാലിക്കാരനാണ് അദ്ദേഹം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ മെമ്പറായിരുന്നു. കൂടാതെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ്. മുൻ മണ്ഡലം പ്രസിഡൻറ്റുമായിരുന്നു. അറിയപ്പെടുന്ന കർഷക കുടുംബത്തിലെ അംഗമാണ്. പാരമ്പര്യ കർഷകൻ കൂടിയാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇന്നിപ്പോൾ അങ്ങേ വിളിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പത്രമാധ്യമങ്ങൾ വളരെ ആർജവത്തോടെയും സജീവമായും ചർച്ച ചെയ്യുന്നൊരു വിഷയത്തിനാണ്. ഇടുക്കിയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അടുത്ത കാലത്തായി ഏറെ ചർച്ചാ വിഷയമാവുകയും ഒപ്പം വിവാദമാവുകയൊക്കെ ചെയ്ത സാധാരണക്കാരന് പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. സാധാരണക്കാരന് കുറേ വില്ലേജുകളിൽ കല്ലുപൊട്ടിക്കാനാവില്ല, വീടിന് പെർമിറ്റ് കിട്ടാൻ താമസിക്കുന്നു, റെഡ് സോണുകളുടെ എണ്ണം കൂടി വരുന്നു, വില്ലേജുകളുടെ എണ്ണം കൂടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നിരവധിയായി കാഴ്ചപ്പാട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ അങ്ങയുടെ പഞ്ചായത്തിൽ ചൊക്രമുടി എന്ന് പറയുന്ന വളരെ വളരെ പേരുകെട്ട ഒരു പർവ്വത ശിഖരമാണ്. ആനമുടിയുടെ തൊട്ട് താഴെ ഉയരത്തിൽ നിൽക്കുന്ന ചൊക്രമുടി ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ പ്രമാദമായ, വളരെ പ്രസിദ്ധമായ ഒരു പർവ്വത നിരയാണ്. അവിടെ കയ്യേറ്റം നടക്കുന്നു എന്ന് കേൾക്കുന്നു. വാസ്തവമുണ്ടോ? ചൊക്രമുടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരു മലനിരയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ ആനമുടി കഴിഞ്ഞാൽ രണ്ടാമത്തെ മലയാണ് ചൊക്രമുടി. വരയാടുകളുടെ വികാര കേന്ദ്രമായിരുന്നു ചൊക്രമുടി മല. നീലക്കുറിഞ്ഞികൾ നിരവധിയായിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ മേഖലയിലേക്ക് ആൾക്കാർ കയറുന്നത് തെരുവപ്പുല്ല് വാറ്റി ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ്. ഒരു കാലത്ത് ബൈസൺവാലി മേഖലയിലെ ജനങ്ങളെല്ലാം ആ മേഖലയിൽ നെൽകൃഷിയുള്ള താഴെ നിരപ്പായ സ്ഥലത്ത് നെൽകൃഷിയുള്ള സമയങ്ങളിൽ അവിടെ വളർത്തുമൃഗങ്ങളെ അഴിച്ചുവിട്ട് മാസങ്ങൾ കഴിയുമ്പോഴാണ് അതിനെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കയ്യേറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും സ്വന്തമല്ല ആ മല. അതാണ് ആ വിഷയത്തിൽ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് എനിക്ക് വ്യക്തമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പൊതുപ്രവർത്തകരും പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഇവരെല്ലാം ആണ് ഈ മലനിരകൾ സംരക്ഷിക്കേണ്ടത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പൊതുപ്രവർത്തനം നടത്തുന്നത്. അവർ സംരക്ഷിച്ചില്ലെങ്കിൽ ചാനലുകളോ അതുപോലെ തന്നെ അവരവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഏരിയയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാൻ സാധിക്കും, ആ മല നിരവധിയായ കയ്യേറ്റങ്ങളുണ്ട്. ഗ്യാപ്പ് റോഡ് തൊട്ട് ഏതാണ്ട് ഒറ്റമരം വരെയുള്ള മേഖലയുടെ ആ മലയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും കയ്യേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പലരുടെയും കൈവശത്തിലാണ് ഇരിക്കുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ പശ്ചിമഘട്ട പർവ്വത നിരയുടെ അതീവ പ്രാധാന്യമുള്ള, പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു പർവ്വത നിരയാണത്. അവിടെ വരയാടുകൾ ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും വരയാടുകൾ അവിടെ ഉണ്ട്. കാരണം ആ നിരകളിൽ ഗ്യാപ്പ് റോഡിൽ നിന്നും സഞ്ചാരികൾ അതുവഴി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോവുകയും നമ്മുടെ വരയാടുകളെ കണ്ടതായി പറയുന്നുണ്ട്. അതുപോലെ കുറിഞ്ഞി പൂക്കുന്ന സമയത്ത് അവിടെയും കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. അപ്പോൾ സഞ്ചാരികൾ അങ്ങോട്ട് ഗ്യാപ്പ് റോഡ് വഴി താഴോട്ടിറങ്ങി സഞ്ചരിച്ച് പോകുന്ന ചില പരിസ്ഥിതി പ്രേമികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പോയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഉയരത്തിൻ്റെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് ചൊക്രമുടി. അത്രമാത്രം പ്രാധാന്യമുള്ളൊരു മുടിയാണ്. ആ മുടിയുടെ താഴ്വാര പ്രദേശമാണല്ലോ ബൈസൺവാലി എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ അത് ഒരു പ്രത്യേക പേരോടുകൂടി കാട്ടുപോത്തുകളുടെ താഴ്വാരം എന്ന അർത്ഥം വരുന്ന തരത്തിലാണത്. അപ്പോൾ തന്നെയല്ല, ബൈസൺവാലിൽ എവിടെ നിന്ന് നോക്കിയാലും വളരെ തല ഉയർത്തി നിൽക്കുന്ന ഈ മുടി കാണാം. അതിലേക്കാണ് ഇപ്പോൾ കോൺക്രീറ്റ് റോഡ് വെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങ് ഇത് കാണുകയല്ലോ ചെയ്തിട്ടുണ്ടോ? ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ നേതൃത്വവും അതുപോലെ തന്നെ ആദിവാസി കുടിയിലെ ചൊക്രമുടി കുടിയിലെ കാണി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം
ആ സ്ഥലത്ത് എത്തിച്ചേരുകയും ആ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ നിരവധിയായ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12-15 അടി വീതിയിൽ കോൺക്രീറ്റ് റോഡുകൾ, സോളിംഗ് റോഡുകൾ ഇവയെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആ മേഖലയിൽ നിരവധിയായ പാറകൾ ഖനനം ചെയ്ത് അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് അവിടെ നിർമ്മാണം പൂർത്തിയായി അന്ന് തൊട്ടാണ് അവിടെ കെട്ടിടങ്ങൾ ഉയരാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഈ റിസോർട്ടുകൾ മാഫിയ അവിടെ കയ്യേറാൻ തുടങ്ങിയതും. ഈ ചെമ്മണ്ണാറുമായിട്ട് ഇതിന് വരുന്ന ബന്ധം എന്താണ്? ഇത് ചെമ്മണ്ണാർ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഒരു റോഡ് അതിലെ നിർമ്മിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ലോകബാങ്കിന്റെ സഹായത്തോടെ, അതായത് ഗ്യാപ്പ് റോഡിൽ നിന്ന് പൈസംപാലി വഴി ചെമ്മണ്ണാറിലേക്ക് വരുന്ന വഴി ആ വഴി അത് ആ റോഡ് വന്നതോടുകൂടി നിരവധി ആദ്യം ചെറുതായ കയ്യേറ്റം തുടങ്ങി വെച്ച ഭാഗങ്ങളിലൊക്കെ കെട്ടിടങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മേഖലയിൽ ഏതാണ്ട് ഗ്യാപ്പ് റോഡിന് താഴെ നിരവധി ആ റോഡാണല്ലോ ഒട്ടേറെ ചെറുപ്പക്കാരുടെ ജീവിതം ഹരിച്ചത്. ഏതാണ്ട് അവിടെ അപകടമുണ്ടായി നിരവധി ചെറുപ്പക്കാർ മരിച്ചിട്ടുണ്ട്. കുത്തിറക്കമായ റോഡുകളാണ്. അതുപോലെ തന്നെ ഗ്യാപ്പ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണത്തിൻ്റെ ഇടയിൽ മണ്ണിടിഞ്ഞ് വീണ് അവിടെ അതിൻ്റെ അടിയിൽ 2 കിറ്റാച്ചി വെട്ടുപോയി. ഒരു തമിഴ് തൊഴിലാളി അവിടെ മണ്ണിനടിയിൽ ഇന്നും കിടക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരി ആദിവാസി ഈ നിർമ്മാണം നടക്കുന്നതിൻ്റെ തൊട്ട് ഒരു 100-150 മീറ്റർ താഴെ ഏതാണ്ട് 80-നും 100-നും ഇടയ്ക്കുള്ള ആദിവാസി കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ജലസ്രോതസ്, അവരുടെ ജീവനും സ്വത്തിനുള്ള സംരക്ഷണം, ഇതൊക്കെ ആര് ഉറപ്പ് വരുത്തുന്നു? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. വളരെ പ്രസിദ്ധമായ ചക്രമുടിയിലെ കുടികളുണ്ട്, ഒപ്പം തന്നെ വെള്ളിവിളുന്താംകുടി, കോമാളിക്കുടി, ഇതൊക്കെ ഇങ്ങനെ അറിയപ്പെടുന്ന പൈസംപാലിലെ പ്രസിദ്ധ ഗോത്രവർഗ ഭൂമി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ഇല്ലേ? തീർച്ചയായിട്ടും എനിക്കറിയാതെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വാളറ നേരിമംഗലം റോഡിലെ അപകടകരമായ മരങ്ങൾ മുറിക്കാൻ നിരന്തരമായ സമരം നടത്തിയിട്ടും യാതൊരു ഗുണവും കിട്ടുന്നില്ല. അത് ജനങ്ങൾക്ക് പ്രയോജനകരമായി ഭവിക്കാത്ത ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്താണ് വനമേഖലയുമായി ബന്ധപ്പെട്ട വളരെ പഴക്കം ചെന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. എന്നിട്ട് അതിൻ്റെ കുറ്റികളൊക്കെ കത്തിച്ചു എന്ന് കേൾക്കുന്നു. കുറ്റികളെല്ലാം അതിലെല്ലാം നിരത്തിയിട്ടിട്ടുണ്ട് വളരെ ഫ്രീ ആയിട്ട്. സാധാരണ ഒരു ഏലം കർഷകന് തോട്ടത്തിൽ നിന്നൊരു മരം മുറിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ഓടി വരും, അവനെ കേസിൽപ്പെടുത്തും. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. യഥേഷ്ടം മരങ്ങൾ മുറിക്കുന്നു, യഥേഷ്ടം റോഡ് വെട്ടുന്നു, കിറ്റാച്ചി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതിനെല്ലാം അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് നമ്മളത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഇപ്പോൾ അവിടെ നിന്ന് ഇനി ഇറങ്ങി പോകേണ്ട ഗതികേടിലേക്ക് മാറുകയാണല്ലേ? അതെ. അത് കൃത്യമായിട്ടും അതിൻ്റെ തൊട്ട് താഴെ തന്നെ ജപ്പാൻ കോളനി എന്ന് പറയുന്ന SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു 15ഓളം വീടുകളുണ്ട്. അവരൊക്കെ ഈ മേഖലയിൽ കയറി വിറക് കമ്പുകൾ മുറിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ അതിനെ ഫോറസ്റ്റുകാർ ചോദ്യം ചെയ്യും. പക്ഷേ ഇവർ ഭൂമാഫിയ കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലതാണ്. സാർ, 2 റോഡാണല്ലോ. അപ്പോൾ ബൈസൺ വാലിയിൽ നിന്ന് ഗ്യാപ്പ് റോഡിലേക്ക് മുട്ടുന്ന 2 റോഡുകളുണ്ടല്ലോ. ഒന്ന് വേണാട്, അതായത് നമ്മുടെ മുട്ടുകാട് സ്കൂളിൻ്റെ അതിലെ, അതായത് പള്ളിയുടെ അതിൽ കയറി പോകുന്ന റോഡ്. അത് കൂടാതെ തൊട്ടിപ്പുറത്തേക്കൂടെ കയറി പോകുന്ന വേറെ റോഡുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് എത്തുന്നതിന് ബൈസൺ വാലി ചങ്ങനാശ്ശേരി കവല കഴിഞ്ഞിട്ട്, കട കഴിഞ്ഞിട്ട്. അതാണ് ഇപ്പം ചെമ്മണ്ണാർ വഴി പറയുന്ന അതാണ്. ചെമ്മണ്ണാർ വഴി വന്ന രാജാക്കാട് വഴി ബൈസൺമാലിയിൽ എത്തിയിട്ട് കാക്കാക്കട വഴി നേരെ മുകളിലേക്ക് കുത്തുകയറ്റമായിട്ട് കയറി പോകുന്ന റോഡാണ് ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ്. അത് നിരവധി ആൾക്കാരുടെ ശ്രമഫലമായിട്ട് ആ റോഡിൻ്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയമുണ്ട്. അതാണ് അശാസ്ത്രീയ നിർമ്മാണമാണ്. അതാണ് അപകടങ്ങൾ കൂടാൻ കാരണം. വളവുകൾ സ്ഥലങ്ങളിൽ ഇട്ടിട്ടില്ല. നിരവധിയായ അപകടങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത് ഏത് റോഡിൽ നിന്നാണ് അങ്ങോട്ട് ആക്സസ് ഉള്ളത്? ഇത് കൊച്ചിൻ ധനുഷ്കോടി ദേശീയപാതയിലേക്ക് മുട്ടുന്നു. അതുപോലെ തന്നെ ബൈസൺവാലി, അതുപോലെ തന്നെ രാജാക്കാട്, ഈ മേഖലയിലേക്ക് മൂന്നാറിൽ നിന്ന് തേക്കടിയിൽ എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമാർഗം ഈ റോഡാണ്. ഇപ്പോൾ അവിടെ ഒരു റിസോർട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ, അവിടെ റിസോർട്ടുകൾ ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം, ശരിയാണോ എന്ന് നമുക്കറിയില്ല, പത്രത്തിലെ വാർത്തകളാണ് നമുക്കിതിന് ഏറ്റവും പ്രധാനമായിട്ട് ആധാരം. അങ്ങേക്ക് കുറേ കൂടി അറിയാൻ കഴിയും അവിടുത്തുകാരനായതുകൊണ്ട്. ഞാൻ ചോദിക്കുന്നത്, അവിടെ ഒരുപക്ഷെ ഏക്കർ കണക്കിന് സ്ഥലം ആരോ പട്ടയം സ്വന്തമാക്കിയെന്നും അദ്ദേഹം അത് മുറിച്ച് വിൽക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്, വിറ്റു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ആ ഭൂമി നമ്മൾക്ക് സന്ദർശിക്കുമ്പോൾ അറിയാൻ പറ്റും.
കേരളിന് കുറ്റിയിട്ടതുപോലെയാണ് ആ ഭൂമിക്ക് ബൗണ്ടറികൾ അടിച്ച് മഞ്ഞ കുറ്റികൾ നാട്ടി അത് പ്ലോട്ടായിട്ട് തിരിച്ചിട്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് വീട് പണിയാനോ ഒരു വ്യക്തിയുടെ ജീവിതമാർഗത്തിനോ അല്ല. ഇത് ഒറിജിനൽ ഭൂമാഫിയാണ് ഇത് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ആരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ കഴിയുക? അത് രാഷ്ട്രീയക്കാരുടെ മാത്രമല്ലല്ലോ, ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഇല്ലേ, എല്ലാ തരത്തിൽപ്പെട്ട, ഇപ്പോൾ ഫോറസ്റ്റുകാർ അവിടെ മരം വെട്ടിയിട്ട് ചെന്ന് നോക്കുന്നില്ല എങ്കിൽ അങ്ങനെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവർ അപ്പോൾ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ശക്തമായി ആക്ഷൻ എടുക്കുമെന്നും ജില്ലാ ജിയോളജിസ്റ്റിനെ കൊണ്ടുവന്ന് നോക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യം ജിയോളജിസ്റ്റാണ് നോക്കേണ്ടത്. ഇത് അതെയോ ഇതിന് നിയമപരമായ മറ്റു മാർഗങ്ങൾ ഒത്തിരി ഇല്ലേ? ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ സപ്പോർട്ടും നല്ല രീതിയിൽ അവിടെയുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രവർത്തനങ്ങൾ നടക്കുമ്പം ആരും ചോദിക്കുന്നില്ല. ആ മേഖലയിൽ ഞാൻ ഇപ്പം ഒരു വർഷത്തിനുള്ളിൽ നിരവധി കെട്ടിടങ്ങൾ പൊങ്ങിയിട്ടുണ്ട്. ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായി അവിടെ ടൂറിസ്റ്റുകൾ എത്താൻ തുടങ്ങിയതോടെ ഇതിനെല്ലാം അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇത് ഭൂമിയുടെ തരംതിരിവ് ഏത് കാറ്റഗറിയിലുള്ള ഭൂമിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ലാതെ കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ കാഴ്ചയിലെ ആദ്യ കാഴ്ചയിൽ തന്നെ സാധാരണ ബോധമുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണല്ലോ ഇത് അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന്. ഇതൊരു മലയുടെ മോൾ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിടത്തോളം മലയുടെ മുകളിലേക്കാണോ ഈ റോഡ് വെട്ടിക്കയറിയിരിക്കുന്നത്? ഇത് ഭൂമാഫിയ ഈ ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട് തലങ്ങം വിലങ്ങം റോഡ് വെട്ടിയിരിക്കുകയാണ്. അതിനാന്ന് വെച്ചാൽ പ്ലോട്ട് തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ റോഡ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ റോഡ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുക, റോഡ് വെട്ടുക, കോൺക്രീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സാധ്യമാവുന്ന ഒന്നല്ലല്ലോ. ദിവസങ്ങൾ വേണ്ടി വരുമല്ലോ ഇതിന്. കാര്യം JCB ഒക്കെ ഉണ്ടെങ്കിലും ഈ JCB അവിടെ പണിയുന്നത് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ കഴിയും. ആ മല വൈസമ്പാലയുടെ ഏത് പ്രദേശത്ത് നിന്ന് നോക്കിയാലും ഈ മല കാണാം, ഗ്യാപ്പ് റോഡിൽ നിന്ന് നോക്കിയാൽ ഈ മല കാണാം. പക്ഷെ ഇതൊന്നും ആരും അറിയാതെ പോയത് ഉദ്യോഗസ്ഥന്മാർ കണ്ണടയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണകളും ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ അവിടെ വന്ന് ഭൂമി മേടിക്കുക, ഓരോ എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. ആ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏലത്തോട്ടത്തിന് 1920 തൊട്ട് 36 വരെയും ഏലം കൃഷിക്കായിട്ട് CHR പട്ടയങ്ങൾ നൽകി. അതിനോടനുബന്ധിച്ച് തന്നെ കുത്തകപ്പാട്ടം കൈവശം വയ്ക്കാനുള്ള അനുമതി നൽകി. ഇതല്ലാതെ ആ മേഖലയിൽ ഈ ഏലത്തോട്ടത്തിന് മുകളിലേക്ക് പട്ടയം കൊടുത്തതായിട്ടുള്ള ഒരു അറിവ് എനിക്കില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് 1970 പട്ടയമൊക്കെയാണ് ഞങ്ങൾ വീടിരിക്കുന്നിടത്ത് കിട്ടിയത്. അത് പട്ടയമാണ്. അല്ലാണ്ട് അതിൻ്റെ മുകളിലേക്ക് പട്ടയം എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു, ഈ രേഖ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ രേഖ പൂർണ്ണമായും നിയമപരമാണെന്ന് വിശ്വസിക്കുന്നില്ല? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു രേഖ ഒപ്പിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തെന്ന് പറയാം. വേറൊരു വൈസന്മാലി പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്തിട്ട് അദ്ദേഹമാണ് ഈ പുള്ളിക്ക് ഭൂമി കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ഒരു രേഖ ഒക്കെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഇതെല്ലാം ശരിയാണെന്നും എല്ലാം നിയമപരമാണെന്നും വാദിക്കുന്നുണ്ടല്ലോ. ഈ ഭൂമാഫിയ ഏത് തരത്തിലുള്ള വാദങ്ങളും നടത്തും. അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ്. അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് മുടക്കില്ല. 70,000 രൂപയ്ക്ക് സെന്റിന് അല്ല ഏക്കറിന് അവിടെ ഭൂമി കിട്ടുക, 4-5 ലക്ഷം രൂപയ്ക്ക് സെന്റിന് വിൽക്കുക. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇതെന്താ പറയുക, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഭൂമിയോടുള്ള അത്യാഗ്രഹം, പണത്തോടുള്ള ആഗ്രഹവും മൂലമാണ് ഈ മലകളെ ഭൂമിയോടുള്ള പണമാണ് ഇതിന്റെ പിന്നില്. ഭൂമിയോടുള്ള ആഗ്രഹമില്ല. ഒരു കൃഷിക്കാരനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഏല കൃഷി ഈ കുത്തകപ്പാട്ട വ്യവസ്ഥയിൽ തന്നെ ഏല കൃഷി അനുവദിച്ചത് പോലും ഇപ്പോൾ അത് നഷ്ടപ്പെടുത്തി അത് വനവൽക്കരണമാണ്, അത് വനമാണ് എന്ന് പറയുന്ന ഒരു കാലമാണ്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസരത്തിലാണ് ഇതുപോലെയുള്ള ഭൂമാഫിയകൾ ഈ മേഖലയിലേക്ക് കയറുന്നത്. ഇവർ ഒരു വിഭാഗം കയ്യേറ്റക്കാരനാണെന്ന് ചിത്രീകരിക്കും. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള കർഷകരെ കയ്യേറ്റക്കാരായി മാറ്റുന്നതും ഈ ഭൂമാഫിയകളാണ്. അതാണ് എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും സങ്കടത്തോടു കൂടി പറയാനുള്ളത്. 1940 കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് ബൈസന്മാലിൽ വന്നതാണ്. അന്ന് തണുപ്പ് കൂടുതലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 45-ൽ അവിടെ സെറ്റിലാകുകയും ഞങ്ങൾക്ക് ഭൂമി
കൃഷിക്കുള്ള ഭൂമി വെട്ടിയെടുത്ത് ഏലകൃഷി ചെയ്യുകയും അതിന് പട്ടയം മേടിക്കുകയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ ഇപ്പോൾ കൈവശമുള്ള ഭൂമിക്ക് പട്ടയമുണ്ടോ? എൻ്റെ കൈവശമുള്ള ഭൂമിക്ക് പട്ടയമുണ്ട്. പട്ടയമുണ്ട്. ആ പട്ടയം പഴയ പട്ടയമാണ്. അത് പഴയ പട്ടയമാണ്. ഏത് കാലത്തെ പട്ടയമായിരിക്കും അത്? എനിക്ക് തന്നത് 1970 എൻ്റെ പട്ടയത്തിൽ കാണിച്ചിരിക്കുന്നത്. ഉവ്വ. അത് എൻ്റെ അമ്മയുടെ പേരിൽ 4 ഏക്കർ വന്നിട്ടില്ല. 4 ഏക്കർ വരെ പട്ടയം കൊടുക്കുകയുള്ളൂ എന്നൊരു നിയമം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 2 പട്ടയമായിട്ട് 3 ഏക്കർ 96 സെന്റ് പട്ടയമാണ് എൻ്റെ അമ്മയുടെ പേരിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് നോക്കട്ടെ. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ ഭൂമാഫിയുമായി ബന്ധപ്പെട്ടത് പട്ടയം 4 ഏക്കറിന് മുകളിലാണെന്നാണല്ലോ നമ്മൾ എവിടെയോ വായിച്ചത്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടയത്തിൻ്റെ ജെനുവലിറ്റി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ് പരിശോധിക്കേണ്ടത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയങ്ങൾ പല രീതിയിൽ കൂടെ ഉണ്ടാക്കുന്നു, എഴുതി കൊടുക്കുന്നു. ഇപ്പൊ റവന്യൂ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ പോലും ഇതിന് ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ. ഈ നിയമപരമായിട്ട് റവന്യൂ വകുപ്പ് അടിയന്തരമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് ജനുവലാണോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം രേഖകൾ ഈ റവന്യൂ ഓഫീസുകളിലുണ്ട്. അത് എങ്ങനെയായി കഴിഞ്ഞാൽ ഇത് 70-ലെ പട്ടയം ഇത്രയും ചവുണ്ട് പോകാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടിയ പട്ടയമായതുകൊണ്ട് ഇതിന്റെ രേഖകൾ ഇത് പട്ടയത്തിന്റെ ക്വാളിറ്റി ഒന്നും അന്ന് അത്രമാത്രം ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് റവന്യൂ വകുപ്പ് അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ ഭൂമിയുടെ സ്ഥിതിയെക്കുറിച്ചും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അതിനൊരു പരിഹാരമാകും. തീർച്ചയായിട്ടും പരിഹാരമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള പ്രദേശത്ത് മറുഭാഗത്ത് ഇപ്പോൾ അങ്ങ് ആദ്യം സൂചിപ്പിച്ചതുപോലെ സാധാരണ കർഷകൻ കിടന്ന് വിഷമിക്കുകയാണ്. അവൻ്റെ 5 സെൻറ്റിലൊരു വീട് വെക്കാൻ പോലും അവന് പെർമിറ്റ് കിട്ടുന്നതിന് വല്ലാത്ത കഷ്ടപ്പാടാണ് അവന്. കാരണം ഓഫീസിൽ കയറി ഇറങ്ങി പല വില്ലേജുകളിലും പല പഞ്ചായത്തുകളിലും അവൻ ഈ തരത്തിലുള്ള ദുസ്സഹമായ ദുരിതങ്ങൾ നേരിടുന്ന സമയമാണ്. ഈ സമയത്താണ് ചില ഭൂമാഫിയ ഈ രംഗത്തേക്ക്, പ്രത്യേകിച്ച് അതീവ പ്രാധാന്യമുള്ള നമ്മുടെ പൈതൃക സ്വത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന ഇത്തരം മേഖലകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഗോത്രവർഗ വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയ പ്രാധാന്യത്തോടെ നമ്മൾ സംരക്ഷിക്കുന്ന വിഭാഗമാണ് അവർ. അപ്പോൾ അവരുടെ അധിവാസത്തെ, അവരുടെ അതിജീവനത്തെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട വിധത്തിൽ ഇതിനെ പ്രതിഷേധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളവിടെ ചെല്ലുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ ആ സ്ഥലം സന്ദർശിക്കുകയും നാളെ ഇപ്പം നമ്മുടെ MP-യുടെ പരിഹരണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് MP സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഈ മല സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ സാധിക്കുമോ ആ അറ്റം വരെയും പോകാനാണ് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് റോഡ് വരികയും ഗ്യാപ്പ് റോഡുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത താഴ്വാരങ്ങളിൽ ഒട്ടേറെ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അങ്ങേക്കറിയാം. ഇപ്പോൾ അവിടുന്ന് ബൈസൺ വാലിക്ക് ഇറങ്ങുന്ന റോഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വലത്തും ഇടത്തും ധാരാളം റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ പട്ടയമുള്ള സ്ഥലമായിരുന്നോ? അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ എനിക്കില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ടൂറിസത്തിനോ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് എതിരല്ല. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഭൂമിയും അതുപോലെ തന്നെ വനഭൂമി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ടൂറിസം നടത്തി ആ ഭൂമിയുടെ മറ്റ് ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ എതിര് നിൽക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ബൈസൺവാലി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏതാണ്ട് 1500 പട്ടയം 2015 പദ്ധതി പ്രദേശത്ത് കൊടുക്കുകയുണ്ടായി. അവിടെ നിരവധിയായ സ്ഥലങ്ങളുണ്ട്. നിർമ്മാണത്തിന് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിർമ്മാണം നടത്തി കഴിഞ്ഞാൽ തന്നെ പഞ്ചായത്തിന് നല്ലൊരു വരുമാനമാകും. ഓൺ ഫണ്ട് തന്നെ നല്ലൊരു പൈസ നമുക്ക് പഞ്ചായത്തിന് കിട്ടും. അതിനേക്കാൾ ഉപരി ഓരോ ആൾക്കാർ വന്ന് പുറത്തുനിന്ന് വരുന്നവർക്ക് ഈ ഭൂമിയുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവർ നല്ല വിലയ്ക്ക് ഈ ഭൂമി മേടിക്കുകയും അവർക്ക് ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആവുകയും ചെയ്യും. അതാണ് നമുക്ക് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ ചിന്നക്കനാലുമായിട്ട് അതിർത്തി, അതായത് ചിന്നക്കനാൽ പഞ്ചായത്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമല്ലേ ഇത്? അതെ. ചിന്നക്കനാൽ പഞ്ചായത്തിലേക്ക് ഇതിന്റെ സ്ഥലം കടന്നു പോകുന്നുണ്ടോ? ചൊക്രമുടി ഗ്യാപ്പ് റോഡ് ഇടിഞ്ഞ് കുറേ ഭൂമി അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗം ചിന്നക്കനാലിൻ്റെ ഭാഗമാണ്. അവിടെയും ചെറിയ ചെറിയ കയ്യേറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ റോഡ് ഇടിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് താഴെ നിരവധി ഏലകർഷകർക്ക് കൃഷികൾ. അത് ഈ പെരിയാനാലിലേക്ക് ചെന്ന് മുട്ടുന്ന റോഡാണോ? അതല്ല, ബൈസൺവാലി റോഡിന്റെ ഈ
ഇവിടുന്ന് ചെല്ലുമ്പോൾ ഇടത്തെ സൈഡ് ബൈസമാലി പഞ്ചായത്തും വലത്തെ സൈഡ് ചിന്നക്കനാൽ പഞ്ചായത്തുമാണ്. നേരത്തെ ഇത് പൂപ്പാറ വില്ലേജ് ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ രണ്ടും മുട്ടുകാട് നിന്ന് മേളിലോട്ട് കയറി പോകുന്ന LP സ്കൂളിന്റെ അതിൽ കയറി പോകുന്നതിന്റെ LP സ്കൂളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ചിന്നക്കനാൽ പഞ്ചായത്ത്. ചിന്നക്കനാൽ പഞ്ചായത്ത്. പള്ളി ഇരിക്കുന്നത് ബൈസമാലി പഞ്ചായത്ത്. പള്ളിയല്ല, സൊസൈറ്റി വീട് കഴിഞ്ഞ പാടശേഖരം ഇരിക്കുന്നത്. സൊസൈറ്റി വീടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ജക്കബൈറ്റ് ചർച്ച് ഇരിക്കുന്നുണ്ടല്ലോ നമ്മുടെ മുട്ടുകാട്. അത് രാജകുമാരി പഞ്ചായത്ത്. രാജകുമാരി പഞ്ചായത്ത്. 3 പഞ്ചായത്തുകളുടെ അവിടെ. രാജകുമാരി പഞ്ചായത്തിന്റെ ഒരു ഭാഗം കൂടി അവിടെ കയറി വരുന്നത്. അത് ശരി. സൊസൈറ്റി മേടൊക്കെ വരുന്നത് ഇവിടെ തന്നെയാണ്, ബൈസമാലി പഞ്ചായത്താണ്. അത് ശരി. അപ്പോൾ ഈ മുട്ടുകാട് പാടശേഖരം ഇപ്പോഴും നിലവിലുണ്ടോ, അതേപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? മുട്ടുകാട് പാടശേഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പാടശേഖരമാണ്. ഇടുക്കി ജില്ലയിലെ കുട്ടനാടെന്നാണ് മുട്ടുകാട് പാടശേഖരത്തെ അറിയപ്പെടുന്നത്. നിരവധിയായ കർഷകർ, ഏതാണ്ട് 100-100ഓളം കർഷകർ ഇന്നും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ റിസോർട്ട് മാഫിയ ഈ മേഖലയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ജലലഭ്യതയുടെ അഭാവം ഉണ്ടായി. അതുപോലെ തന്നെ ഗ്യാപ്പ് റോഡ് ഇടിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ തോടുകളെല്ലാം നികക്കുകയും ജലത്തിൻ്റെ പ്രശ്നമുണ്ടായി. ഉപ്പാറ് ചീക്കമ്പനി വഴി ഒഴുകുന്ന തോട് മണ്ണ് വന്ന് നികക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിക്ക് തന്നെ ദോഷം വരുത്തുന്ന ഒരു സംഗതിയാണ്. അല്ല, അത്രത്തോളം പണിതപ്പോഴേക്കും പരിസ്ഥിതിക്ക് ദോഷം വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ചക്രമുടിയുടെ ഭാഗങ്ങളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പരിസ്ഥിതി ആഘാതത്തിന് വഴിതെളിക്കില്ലേ? തീർച്ചയായിട്ടും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന പ്രദേശങ്ങൾ ബൈസൺവാലി, അതുപോലെ തന്നെ മുട്ടുകാട് ടീക്കമേനി മേഖലയിലെ നിരവധിയായ ആൾക്കാർ, വയനാട് ദുരന്തം അവിടെ സംഭവിച്ചേക്കാൾ കൂടുതൽ ദുരന്തം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇതുമാതിരി മുന്നോട്ട് പോയാൽ ഈ ഗ്യാപ്പ് റോഡ് ദിവസേന എല്ലാ വർഷകാലത്തും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ബ്ലോക്ക് ആവുകയാണല്ലോ. അതെ. അത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അശാസ്ത്രീയ നിർമ്മാണമായിരുന്നു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ ഖനനം ചെയ്യുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന ഈ ഞടുക്കം, അത് മണ്ണ് സോയിലിനെ ഉറച്ചിരിക്കുന്ന സോയിലിനെ ഇളക്കി വെക്കും. നല്ല മഴ പെയ്ത് കഴിയുമ്പോൾ അതെല്ലാം കൂടെ ഇങ്ങോട്ട് താഴേക്ക് വരും. അങ്ങേക്ക് അറിയാലോ, അവിടെ ഇളക്കിയെടുത്ത അല്ലെങ്കിൽ ഈ റോഡ് പണിയുന്നതിന് വേണ്ടി അങ്ങ് മലമുകളിൽ നിന്ന് വരെ നമ്മൾ ഇളക്കിയെടുത്ത പാറ കഷ്ണങ്ങൾ, എത്രയോ പാറകളായിരുന്നു. അതിൻ്റെ പിന്നിൽ വലിയ ബിസിനസ് നടന്നിട്ടുണ്ടല്ലേ. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോഡ് വരുമ്പം അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന ആ പ്രദേശത്തെ ജനങ്ങളും, ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണങ്ങൾ അനുഭവിക്കാൻ ഒത്തിരി രാഷ്ട്രീയക്കാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശരി. ഗുണഭോക്താക്കൾ ധാരാളമായി, നമ്മൾ വിചാരിക്കാത്ത തന്നെ ആളുകൾ ധാരാളമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഗ്യാപ്പ് റോഡിൽ നിന്നും ഒരു ദൃശ്യമുണ്ടല്ലോ, ബൈസൺവാലിയിലേക്കുള്ള ദൃശ്യം, ചക്രമുടിയൊക്കെ അടങ്ങുന്ന ഒരു ദൃശ്യം, അത് അസാമാന്യമായ ഒരു ദൃശ്യമാണ് അല്ലേ. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ. ഞാൻ ആദ്യം ചോദിച്ചാൽ അങ്ങ് പൂർണ്ണമായിട്ട് മറുപടി പറഞ്ഞില്ല. ആ പാടശേഖരം ഇപ്പോഴും നിലവിലുണ്ട്? പാടശേഖരം ഇന്നും നിലവിലുണ്ട്. അവിടെ ജലലഭ്യത കുറവായതുകൊണ്ട് ഒരു കൃഷിയാണ് അവിടെ നടത്തുന്നത്. അവിടെ കഴിഞ്ഞ വർഷം ടൂറിസ്റ്റുകൾ ഒത്തിരി വന്നുപോയ ഒരു സ്ഥലമാണ്. നമ്മുടെ ബൈസമാലിക്കാരനായ ഒരു സുഹൃത്ത് സൂര്യകാന്തി കൃഷി നടത്തി. വളരെയധികം പൂക്കൾ അവിടെ ഉണ്ടായി. അപ്പം ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കുകയും അതുപോലെ തന്നെ നിരവധി ടൂറിസ്റ്റുകൾ അവിടെ വന്നു പോവുകയൊക്കെ ചെയ്തു. പാടശേഖരം നിലനിർത്തണമെന്നാണ് ആ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം. ജലത്തിന്റെ ലഭ്യത കുറവ് കാരണം അവരൊരു കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാലത്ത് 3 പൂവും കൃഷി ചെയ്തിരുന്നതാണ്. അതെ അല്ലേ. 3 കൃഷി, നെൽകൃഷി തന്നെ 3 കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അതെ. ഇപ്പോൾ ഒരു കൃഷിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് ആ പ്രദേശത്തെ ജലലഭ്യത കുറവുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ജലലഭ്യത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലേ. അതെ. തീർച്ചയായിട്ടും. അത് ഈ വരൾച്ചയൊക്കെ വരുമ്പം നീരുറവുകളെല്ലാം പറ്റുകയാണ്. ഈ ചക്രമുടി മലയിൽ നിന്നാണ് നമുക്ക് ഈ ബൈസമാലി മുട്ടുകാട് മേഖലയിലേക്ക് നമുക്ക് ജലസ്രോതസ്സുകളുണ്ട്. അതിങ്ങനെ ഇടയ്ക്കുണ്ടാകുന്ന ഈ നിർമ്മാണങ്ങൾ മൂലം ആ സ്രോതസ്സിൻ്റെ ഗതി തന്നെ മാറ്റി മറിക്കുന്ന ഒരു രീതി. തീർച്ചയായിട്ടും പർവ്വത നിരകളാണല്ലോ ജലസ്രോതസ്സിന്റെ വലിയ. അതുകൊണ്ടാണല്ലോ നമ്മുടെ കിഴക്കൻ പശ്ചിമഘട്ടത്തിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് ഒഴുകുന്ന നദികൾ ഇല്ല, പെരിയാറിൻ്റെയൊക്കെ നമ്മുടെ പ്രധാന നദികളെല്ലാം അവിടെ നിന്ന് ഒഴുകി ഈ പശ്ചിമഘട്ടങ്ങളിൽ നിന്നാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അതിൻ്റെ ലഭ്യതകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ് നിർമ്മാണ പ്രവർത്തനം. അതിനെക്കുറിച്ചൊക്കെ, ഈ പരിസ്ഥിതി ദുരന്തത്തെക്കുറിച്ചൊക്കെ ആരും അത്ര കണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ ബൈസൺവാലി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള പഞ്ചായത്താണല്ലോ.
ഇപ്പൊ എക്കോ ടൂറിസത്തിന് ഇത്രയും സാധ്യതയുള്ള മറ്റൊരു പഞ്ചായത്ത് ഇല്ലെന്നാണ് പറയുന്നത്. അതെ 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 ഏലം കൃഷി അത്ര വ്യാപകമാണല്ലോ. അതെ 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 ഏലം കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വനം, പച്ചപ്പ് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ വളരെ സാധ്യതയുള്ള ഒരു പഞ്ചായത്തല്ലേ. അതെ 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 അതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈസമ്മാലി പഞ്ചായത്തിൽ നിരവധിയായ ഈ റിസോർട്ടുകൾ പണിയാൻ പറ്റിയ നിരവധി സ്ഥലങ്ങളുണ്ട്. അതിന് നിർമ്മാണം പൂർത്തിയാക്കി കിടക്കുന്ന, നമ്മൾ സാധാ പട്ടയത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി കിടക്കുന്ന റിസോർട്ടുകൾ നിരവധിയുണ്ട്. ഇതൊന്നും തുറക്കാതെ തന്നെ ഈ കയ്യേറ്റ ഭൂമിയിൽ തന്നെ ഇതെല്ലാം നിർമ്മിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇതിപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ ബൈസൺ വാലി പഞ്ചായത്ത് ഉടുമ്പൻചോല താലൂക്കിലായിരുന്നു. അതെ. ഇപ്പൊ അത് ദേവികുളം താലൂക്കിലേക്ക് അടുത്ത കാലത്താണോ മാറ്റിയത്? അത് ഏതാണ്ട് ഒരു വർഷക്കാലമായി ദേവികുളം ഉടുമ്പൻചോലയ്ക്ക് പോകണമെങ്കിൽ 40 കിലോമീറ്റർ 30 കിലോമീറ്റർ അടുത്തുണ്ട്. ഈ അത്രയും ദൂരം ഇല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പം അങ്ങനെ മാറ്റുമ്പോൾ ബന്ധപ്പെട്ട ഫയലുകൾ, ബന്ധപ്പെട്ട പേപ്പറുകൾ എല്ലാം മാറ്റേണ്ടതുണ്ടല്ലോ. അത് ഇപ്പം പലരും പറയാറുണ്ട്, ഉടുമ്പൻചോല ചെല്ലുമ്പം ദേവികുളം ദേവികുളത്ത് ചെല്ലുമ്പോൾ ഉടുമ്പൻചോല ചെല്ലാൻ പറയുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. അത് പൂർണ്ണമായിട്ടും ഏതെങ്കിലും താലൂക്കിലേക്ക് ബൈസമ്മാലിക്കാരുടെ രേഖ ദേവികുളമാണെങ്കിൽ ദേവികുളത്തേക്ക് മാറ്റണമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മത്തെത്തുകയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ അവിടെ ബൈസൺ വാലിക്കാർക്ക് അല്ലേ, അതെ അതെ ഭൂമി അതെ സംബന്ധമായ പ്രശ്നങ്ങൾ അതെ അതെ എവിടെ അങ്ങോട്ടും പോകണമെന്ന് ഇങ്ങോട്ടും അറിയത്തില്ല. എവിടെ പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത ഇല്ലില്ല. അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലൊക്കെ ഒരു അന്വേഷണം വേണമെന്ന്, അല്ലെങ്കിൽ അവർ ശരിയായി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് പൊതുവിൽ ആളുകൾക്ക് അടക്കം പറച്ചിലുണ്ടോ അവിടെ? തീർച്ചയായിട്ടും. ഒന്നാമതേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉദ്യോഗസ്ഥന്മാർ ഏതാണ്ട് 2-3 വർഷം കഴിയുമ്പോൾ മാറിയും തിരിഞ്ഞും എല്ലാം പോകും. ഇതിൻ്റെ രേഖകളെക്കുറിച്ച് ഒന്നെങ്കിൽ അവർക്ക് ഗ്രാഹ്യമില്ല, ഇല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ രേഖകൾ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഭരണതലത്തിൽ നിന്നുള്ള സമ്മർദ്ദമോ ആ രീതിക്കൊക്കെ ആകാൻ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ മല മൊത്തം ധൈര്യമായിട്ട് എടുക്കാനൊരു വ്യക്തിക്കും തോന്നത്തില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പച്ചപ്പുല്ലുകളും ഈ തെരുവ പുല്ലുകളാണ് ഏറ്റവും കൂടുതൽ ആ മലയിലുള്ളത്. കുറിഞ്ഞികളുണ്ട്, പിന്നെ ഈ ചൂല് കെട്ടുന്ന ചിറ്റീന്ത്, അതൊന്നും ഈ പ്രദേശത്തു നിന്നും നമുക്ക് കാണാൻ പറ്റിയല്ലാത്ത ഒരു വസ്തുവാണ്. അതൊക്കെ നിരവധി നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ കുറിഞ്ഞിയാണെങ്കിൽ 12 വർഷത്തിലൊരിക്കൽ പൂക്കും. ഇതെല്ലാം ഉള്ള ഒരു മേഖലയാണെന്നുള്ളതാണ്. അത് ശരിക്കും ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ അവിടെ, പ്രത്യേകിച്ച് നമ്മുടെ വരയാടുകളൊക്കെ ഉള്ള പ്രദേശം എന്ന് പറയുമ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥ. ഇപ്പം ഏഷ്യയിൽ തന്നെ അപൂർവമായി നാം കാണുന്ന ജീവിയാണല്ലോ ഈ വരയാട്. അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണം ഇരവികുളത്ത് ഇത്രയേറെ പ്രാധാന്യത്തോടെ, ഗൗരവത്തോടെ, എത്ര ഗൗരവത്തോടെയാണ് സർക്കാർ അതിനെ കാത്തു രക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശം തന്നെയല്ലേ ഇത്? തീർച്ചയായും അത് 100% സംരക്ഷിക്കപ്പെടേണ്ട ഒരു മേഖലയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിൽ ആന വന്ന് താമസിക്കുന്ന മേഖലകളൊക്കെ ഉണ്ട് ആ പ്രദേശത്ത്. അവിടെയൊക്കെ കയ്യേറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബൈസമ്മാലി ടൗണിനോട് അടുത്തൊക്കെ ആന വരാൻ തുടങ്ങി. അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവർക്ക് സുരക്ഷിതമായിട്ട് വനത്തിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി കഴിഞ്ഞ ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ബൈസമ്മാലിയിൽ നിന്ന് 1 കിലോമീറ്റർ മുകളിൽ തന്നെ ആന വന്ന് ഒരു രാത്രി തമ്പടിച്ചതാണ്. 5ഓളം ആനകൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ ആന പോകുന്ന സ്ഥലത്തു നിന്നൊക്കെ ആനയെ ഇറക്കി വിടുകയാണ്. ആന വെറുതെ, അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നാട്ടിലിറങ്ങുന്ന ആനയുടെ എന്തുകൊണ്ടാണ് ആന നാട്ടിലിറങ്ങുന്നത് എന്നതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പറയുന്നതൊക്കെ. അതെ അതെ ഇല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. ഈ പ്രത്യേകിച്ച് പരിസ്ഥിതിവാദികളും പരിസ്ഥിതി സ്നേഹികളുമായ ആളുകൾ ധാരാളം തീർത്ഥാടനം പോലെയാണ് ഈ മലയിലേക്ക് പോകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടൊക്കെ പെടും. ഞാൻ 2-3 തവണ അവിടെ പോകാൻ അവസരം കിട്ടിയിട്ട് പോകാൻ പറ്റാതിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ തീർത്ഥാടനം പോലെ ഈ മലയെ സ്നേഹിക്കുക, അല്ലെങ്കിൽ പരിസ്ഥിതിയെ സ്നേഹിക്കുക, ഈ പ്രദേശങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ സ്ഥാനത്താണ് വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട്, മുറിവേൽപ്പിച്ചുകൊണ്ട്, ഭൂമിക്ക് പരുക്കേൽപ്പിച്ചുകൊണ്ട്, മലയെ തുരന്ന് യാതൊരു, അതായത് നിർദാക്ഷിണ്യം, ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഈ ജോലിയിൽ ഏർപ്പെടുന്നത്. അതിനെ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒന്ന് ചേർന്നിരുന്ന് എതിർക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതെ. അതിനാന്ന് ചോദിച്ചാൽ, നമ്മളെ ഈ മലനിരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ, പൊതുപ്രവർത്തകരും അവർ സംരക്ഷിച്ചില്ലെങ്കിൽ ഇത് അനാഥമായി പോകും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആര് സംരക്ഷിക്കും? ഉദ്യോഗസ്ഥന്മാർ സംരക്ഷിക്കത്തില്ല. അതായത് പ്രദേശത്തുള്ള പൊതുപ്രവർത്തകർ
ഇതിനെതിരെ ശക്തമായി രംഗത്തിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റിസോർട്ടുകളൊക്കെ ധാരാളമായി തന്നെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചിന്നക്കനാൽ പഞ്ചായത്തിലെ റിസോർട്ടുകളുടെ എണ്ണം എടുത്താൽ, പള്ളിവാസൽ പഞ്ചായത്തിലെ റിസോർട്ടുകളുടെ എണ്ണമൊക്കെ എടുത്താൽ ഇപ്പോൾ കുറച്ച് വെള്ളത്തൂലുമായി ഈട്ടി സിറ്റി മേഖലയിലൊക്കെ ആയിക്കഴിഞ്ഞു. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ തീരില്ല. അതുപോലെ മൂന്നാർക്ക് ഉൾപ്പെടെയുള്ള റിസോർട്ടുകളായി എണ്ണിയാൽ തീരാത്ത രീതിയിൽ റിസോർട്ടുകളും വരുന്ന ആളുകൾക്കൊക്കെ ഇപ്പോഴൊക്കെ റിസോർട്ടുകൾ വെറുതെ കിടക്കുക. കഴിഞ്ഞ 2-3 ആഴ്ചയായി അല്ലെങ്കിൽ ഒരു മാസമായി ഗസ്റ്റില്ല, അത് കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ഥാനത്താണ് ഇപ്പോൾ പുതുതായി പ്രത്യേകിച്ച് മലയുടെ നെറുക എന്നൊക്കെ പറയുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ വെള്ളം ഇത്രമാത്രം സൂക്ഷിക്കപ്പെടുന്ന വെള്ളത്തിൻ്റെ ഖനിയാണ്. അത് സൂക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ തുരന്നും കാർന്നും നശിപ്പിക്കുന്നത്. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പച്ചപ്പുകളില്ലാതാവും, മലകളില്ലാതാവും. തന്നെയല്ല, മലകളൊക്കെ ഇടിഞ്ഞു പോരുന്ന ഒരവസ്ഥയിലേക്കുണ്ട്. അങ്ങ് സൂചിപ്പിച്ച ബൈസൺ വാലി എന്നത് തന്നെ കാട്ടുപോത്തുകളുടെ താഴ്വാരം എന്നാണല്ലോ, അല്ലേ? പണ്ടെങ്ങോ സായിപ്പ് ഗ്യാപ്പ് റോഡിൽ നിന്ന് ബൈനോക്കുലർ വായിച്ച് നോക്കുമ്പോൾ താഴ്വാരത്തിൽ 100 കണക്കിന് കാട്ടുപോത്തുകളെ കണ്ടുവെന്നും ബൈസൺ വാലി എന്നാണ് അവരതിനെ പേരിട്ടുവെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതെ. മറ്റേ ഈ ഗ്യാപ്പ് റോഡിൽ വന്ന് സായിപ്പ് നോക്കുമ്പം താഴ്വാരം കാട്ടുപോത്തുകൾ നിറഞ്ഞു നടക്കുന്ന ഒരു മേഖലയായിരുന്നു. അന്നേരം അവർ അതിന് പേരിട്ട് ബൈസൺ വാലി, കാട്ടുപോത്തിൻ്റെ താഴ്വരയെന്ന് പേരിടുകയാണ് ചെയ്തത്. അതെ. അതുപോലെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. വരയാടിൻ്റെ വികാര കേന്ദ്രമായിരുന്നു. അതിൻ്റെ ഉച്ചിയിലൊക്കെ വരയാടുകൾ നിൽക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം 1, 2, 3 ഒക്കെ ആയിട്ട് അവരൊക്കെ വംശനാശം വന്നു പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയാണ് പരിസ്ഥിതി പ്രാധാന്യം, ഒപ്പം തന്നെ ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യം, മലയുടെ പ്രാധാന്യം, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ആണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്നതോടുകൂടി, അതിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ഗ്യാപ്പ് റോഡിൻ്റെ പരിസരത്തൊക്കെ വരട്ടെ, അതൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഈ എങ്ങനെയാണ് പട്ടയം കിട്ടുക, പട്ടയം കിട്ടിയാൽ തന്നെ അതെങ്ങനെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അതെന്നാന്ന് ചോദിച്ചാൽ ബൈസൺ വാലി ടൗണിൻ്റെ ഭാഗത്ത് ഏതാണ്ട് കുടിയേറിയിട്ട് ഏതാണ്ട് 1950 കാലഘട്ടത്തിൽ ചെറിയൊരു കടയും 55-60 കാലഘട്ടത്തിൽ ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. ആ ടൗണിന് പോലും ഇന്ന് വരെയും പട്ടയം കിട്ടിയിട്ടില്ല. ഒരു കൊമേഴ്സ്യൽ പർപ്പസിന് ഒരു നിർമ്മാണം നടത്താനും ബൈസൺ വാലി ടൗണിൽ സ്കൂളിരിക്കുന്ന പ്രദേശത്തിന് ഒരു പക്ഷേ പട്ടയം കാണലായിരിക്കും, അല്ലേ? സ്കൂളിരിക്കുന്ന പ്രദേശത്തിന് പട്ടയമില്ല. പൊട്ടങ്ങാട് സ്കൂളിരിക്കുന്ന പ്രദേശത്തിന് പട്ടയമില്ല. ആ മേഖലയിലെ ഭൂമിക്കൊന്നും പട്ടയമില്ല. എന്നിട്ടാണ് ഈ മലമുകളിൽ ഇതുപോലെ പട്ടയം ഉണ്ടെന്ന് പറയുന്നു, പട്ടയം ജനുവലാണെന്ന് പറയുന്നു. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ബൈസൺ വാലിയിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ റിസോർട്ടുകൾ പണിയാനുള്ള സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം വെട്ടിയിരിക്കുന്ന റോഡുകളൊക്കെ അടച്ചിട്ട് അവിടെ ആൾക്കാർക്ക് വേണമെങ്കിൽ നടന്നു പോയി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കണം. തീർച്ചയായിട്ടും. അതാണ് വേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു തീർത്ഥാടനം പോലെ, ഒരു പരിസ്ഥിതി തീർത്ഥാടനം എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. അങ്ങനെ പോകേണ്ട സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇവരിങ്ങനെ കയ്യേറി അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഏകാന്തതയും ഒക്കെ നശിപ്പിക്കുന്നത്. വളരെ ഏകാന്ത സുന്ദരമായ ഒരു സ്ഥലമാണ്. അതവിടെ പോയി ആളുകൾക്ക് കാണാൻ വേണ്ടി പോകേണ്ട സ്ഥലമാണ്, അല്ലാതെ പാർക്കാൻ വേണ്ടി പോകേണ്ട സ്ഥലമല്ല. കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടി പോകേണ്ട സ്ഥലമാണ്. അങ്ങ് സൂചിപ്പിച്ച ഒരു വാസ്തവമാണ്. എന്താണെന്നറിയോ, ബൈസൺ വാലിയിൽ റിസോർട്ടുകൾ പണിയുന്നതിന് പറ്റിയ ഇടങ്ങൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. കുറേ ഇടങ്ങൾ റെഡ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ബൈസൺ വാലിയെയും അതീവ ലോല പ്രദേശത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പട്ടയമുള്ള സ്ഥലത്ത് റിസോർട്ട് പണിയാവുന്ന അപകടകരമല്ലാത്ത പ്രദേശങ്ങൾ ബൈസൺ വാലിയിൽ ധാരാളം ഉണ്ടല്ലോ. ആ സ്ഥാനത്താണ് ഇത് മലയുടെ മുകളിൽ തന്നെ, ഇല്ലേ, വേണം എന്ന് നിർബന്ധം. കാരണം അവിടെ നിന്നാണല്ലോ കാഴ്ചകൾ. അപ്പോൾ ആ കാഴ്ചകൾക്ക് വേണ്ടിയാവുമ്പോൾ വലിയ സമ്പത്ത് അതിൻ്റെ പിന്നിൽ വരും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഇത് വലിയ കാശ് മുടക്കില്ലാതെ കിട്ടുന്ന ഭൂമിയാണ്. അതിനകത്ത് ഭയങ്കരമായ ലാഭങ്ങൾ കിട്ടുന്നു. സെൻറ്റിന് 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു കൃഷിക്കാരന് ഒരു ഉപജീവന മാർഗത്തിന് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ഈ പണി ചെയ്യുകയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു കൃഷി, സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ച് പറഞ്ഞാൽ ബൈസൺ വാലിയിൽ 1 ഏക്കർ ഏലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവന് സുഖമായിട്ട് ഒരു 700 കിലോ കായ എടുക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ അവനൊരു 14 ലക്ഷം രൂപ ഒരു വർഷം സമ്പാദിക്കാം. അതിൻ്റെ ചിലവെല്ലാം പോയിട്ട് ഒരു വർഷം 10 ലക്ഷം രൂപ സമ്പാദിക്കാവുന്ന സാഹചര്യമുണ്ട്.
ആ സ്ഥാനത്താണ് അതിമോഹവുമായിട്ട് മനുഷ്യൻ. വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാൽവരി മൗണ്ടിൽ നിന്നും തിരിഞ്ഞ് കയറി പോകുന്ന കല്യാണത്തണ്ട് എന്ന് പറയുന്ന അതിമനോഹരമായ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ നിന്നാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ പ്രദേശങ്ങൾ കാണാം. ഇടുക്കി ഡാമിൻ്റെ നല്ലൊരു കാഴ്ച. ആ കാഴ്ചയിൽ നല്ലൊരു ഭാഗം ചില സമയത്ത് ചെറിയ തുരുത്തുകളായി രൂപപ്പെട്ട് ഇടുക്കി ഡാമിന് അഭൗമമായൊരു സൗന്ദര്യം നൽകും. അത് അത്ര വലിയൊരു കാഴ്ചയാണ്. പലവട്ടം ഞാൻ പോയിട്ടുണ്ട് അവിടെ. അവിടെ ടൂറിസ്റ്റുകളുടെ ഒരു വിഹാര കേന്ദ്രമാണ്. അപ്പോൾ അവിടെയും ഇപ്പോൾ ആളുകൾ കയ്യേറ്റം തുടങ്ങിയെന്നും അവിടെ റിസോർട്ട് മാഫിയ പിടിമുറുക്കിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങേക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയാം? ഞാൻ പത്രത്തിൽ വായിച്ചുള്ള അറിവേ ഉള്ളൂ. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ കയ്യേറ്റമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ കല്യാണത്തണ്ടിൻ്റെ കാര്യം ചാനലുകളിലൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. അതിനേക്കാളുപരി നമ്മുടെ ചൊക്രമുടി മലയുടെ മണ്ടയിൽ നിന്ന് കഴിഞ്ഞാൽ ഇടുക്കി ഡാം കാണാം, പൊന്മുടി ഡാം കാണാം, ചെങ്ങളം ഡാം കാണാം, നിരവധി ഡാമുകൾ കാണാം. മഞ്ഞൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇതെല്ലാം കാണാൻ സാധിക്കും. അതാണ് ചൊക്രമുടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ്. ആനമുടിയിൽ നിന്നാലും ഈ ഇങ്ങനെ ചില ദൃശ്യങ്ങൾ കാണാം. ചൊക്രമുടിയാണ് കുറെ കൂടി സുന്ദരമായ ദൃശ്യങ്ങളെല്ലാം പകരുന്നത്. ഈ ഡാമുകളെല്ലാം പണിയാ അവിടെ ഒരു കുഴപ്പമില്ല അല്ലേ? എത്ര നോക്കൂ, ഈ പരിസ്ഥിതിക്ക് ഒരു ആഘാതം ഉണ്ടാക്കില്ലെന്നാണ് ഇവർ പറയുന്നത്. ഡാമുകളൊക്കെ പണിയട്ടെ, ഇതെല്ലാം പണിയിട്ട് ഈ ജലത്തിന്റെ ഭാരം ഈ ഭൂമി താങ്ങട്ടെ. ഈ സമയത്ത് മാങ്കളം പോലെ ഇവർ പറയുന്ന അതീവ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഭൂമി തുരക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാമിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ചിന്നാർ പ്രദേശത്ത് നടക്കുകയാണ്. അവിടെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കർഷകന് ജീവിക്കാനും കൃഷി ചെയ്യുന്നതിനുമാണ് ബുദ്ധിമുട്ട്. വന്യജീവി ശല്യം ബൈസൺ വാലി ശക്തമായ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങൾ ജീവിക്കുന്ന മേഖലയെല്ലാം കയ്യേറ്റക്കാരുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അത് മൃഗങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ കൃഷിയിടങ്ങളിലേക്കാണ് വരുന്നത്. നിരവധി ആൾക്കാർ പൂപ്പാറ ശാന്തമ്പാറ മേഖലയിൽ ആന ഇറങ്ങി നിരവധി ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും അതിന്റെ കണക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പഞ്ചായത്ത് അതിർത്തി പഞ്ചിടുന്ന പഞ്ചായത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ ആനയുടെ ഏറ്റവും കൂടുതൽ ശല്യം. അരിക്കൊമ്പനൊക്കെ അവിടെയായിരുന്നു. അതെ. വളരെ വിവാദമാവുകയും അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്ത എത്രയോ ആളുകളെയാണ് ആന ചവിട്ടിക്കൊല്ലുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ് ബൈസൺ വാലി. ഒട്ടേറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഭൂമാഫിയയുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ശരിയാണോ എന്നതിനെ സംബന്ധിച്ച് സർക്കാരും ഉദ്യോഗസ്ഥന്മാരും പരിശോധിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിരാമമിടുക തന്നെ വേണം, അത് നിർത്തുക തന്നെ വേണം എന്നാണ് ആവശ്യപ്പെടുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പൊതുപ്രവർത്തകർ സർക്കാരിൻ്റെ ഭൂമി, സർക്കാരിൻ്റെ ഒരു വസ്തു, അത് നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ആ രീതിയിലേക്ക് പൊതുപ്രവർത്തകർ മാറിയെങ്കിൽ മാത്രമേ ഇന്ന് നാടിനൊരു പുരോഗതി ഉണ്ടാവൂ. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. സമയത്തിൻ്റെ കുറവ് മൂലമാണ് അങ്ങോട്ട് വരികയും സ്റ്റുഡിയോയിലെത്തുകയും വളരെ പ്രാധാന്യമുള്ള, ഒരുപക്ഷെ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയം അടുത്ത കാലത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ആ വിഷയത്തിൽ വളരെ ആധികാരികമായി സംസാരിക്കുകയും ചെയ്തത്. നമസ്കാരം. സാധാരണ കർഷകനെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോഴാണ് വളരെ പ്രാധാന്യമുള്ള ചില ഇടങ്ങൾ കയ്യേറ്റക്കാർ കയ്യേറുന്നതും ഒപ്പം തന്നെ അവിടെ റിസോർട്ടുകൾ സ്ഥാപിക്കുന്നതും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ നിയമത്തിൽ ഇനിയും പഴുതുകൾ ഉണ്ട് എന്നാണോ സാധാരണ ജനം വിശ്വസിക്കേണ്ടത്? നന്ദി, നമസ്കാരം.